ലാൽ സലാം തുടരും എന്ന ചിത്രത്തിൻ്റെ ഇന്നത്തെ ഒരു തിരക്ക് നമുക്കൊന്ന് കണ്ടു നോക്കാം. എറണാകുളം ഷേണൈസിലാണ് നമ്മളിപ്പോൾ കാണാൻ കഴിയുന്നത്. ലേറ്റ് നൈറ്റ് ഷോസിൻ്റെ തിരക്കാണ്. അമ്മാതിരി, അതായത് നൈറ്റ് ഷോയിൽ അമ്മാതിരി ഒരു തിരക്കാണ് ഈ ഒരു ഞായറാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്താണേലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഈ 17-ാം ദിനത്തിലും സിനിമയ്ക്ക് കൊടൂരമായിട്ടുള്ള കുതിപ്പ് തന്നെയാണ്. അതായത് ബോക്സ് ഓഫീസിനെ അക്ഷരാർത്ഥത്തിൽ ചാമ്പലാക്കുന്ന ആ ഒരു കരുത്ത്. സിനിമ 100 കോടിയും കടന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ 150 കോടി നേടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ കേരള ബോക്സ് ഓഫീസ് ഇതുവരെ 100 കോടി കണ്ടിട്ടില്ലെങ്കിൽ ഇത് 150 കോടിക്ക് മുകളിലേക്ക് പോകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാവുകയാണ്. ഇൻഡസ്ട്രി ഹിറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത ലക്ഷ്യം 200 കോടിയാണെങ്കിൽ അതും കഴിഞ്ഞിരിക്കുന്നു സിനിമ. ഇപ്പോൾ ഇനി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 150 കോടി എന്നുള്ള ടാർഗറ്റാണ്. അതാണ് കാണാൻ കഴിയുന്നത്. അന്ന് നോക്കാം. ഇത് എറണാകുളം ഷേണൈസ് മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു ഞായറാഴ്ച കാഴ്ച തന്നെയാണ്. ഇത് കാണാം. നമുക്ക് എറണാകുളത്തെ ഷേണൈസ് തന്നെയാണ് ഈ ഒരു എല്ലാ സ്ഥലങ്ങളിലും പോകുന്നത്. നമുക്ക് ഇവിടുത്തെ തിരക്കാണ് കാണാൻ മനസ്സിലാക്കാൻ കഴിയും. അതായത് ഈ ഒരു 17-ാം തീയതി കളക്ഷനായി വരാൻ പോകുന്ന കളക്ഷനിലുപരി ജനഹൃദയങ്ങളിൽ കയറി എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും ഒരു കാര്യം എന്ന് പറയാം. അതായത് ഈ സിനിമ ഇന്ന് ഷോമേസിൽ നിന്ന് കണ്ടതാണെങ്കിൽ അത് പറയാം. അതിൽ തീർച്ചയായും അതൊന്ന് പറയാം. അവിടെ എങ്ങനെയായിരുന്നു തിരക്ക് എന്നുള്ള കാര്യങ്ങൾ, അതായത് തിരക്കിൻ്റെ കാര്യത്തിൽ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഏകദേശം 4 ലക്ഷത്തോളം ടിക്കറ്റുകളാണ് ഇന്നും വിറ്റുപോയിരിക്കുന്നത്. അത്രത്തോളം ഗംഭീരമാണ്. 17-ാം ദിനത്തിലും സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്ന തിരക്ക് കളക്ഷനും അതിനുമുള്ളത്. അഭിപ്രായത്തിൻ്റെ കാര്യത്തിൽ നമ്പർ 1 നൽകുമ്പോൾ ഒരുപാട് റിലീസുകൾ പുറകെ ഒന്നിനൊന്നായി വരുമ്പോഴും അതെല്ലാം അതായത് സിനിമയ്ക്ക് കേരളം മാറിക്കൊടുക്കേണ്ട ഒരു കാര്യമാണ്. സ്വാഭാവികമായും പുതിയ സിനിമകൾ വരുമ്പോൾ പഴയ സിനിമകളൊക്കെ ഒരുപാട് ആളുകൾ പറയാറുണ്ട്. പക്ഷേ ഇവിടെ അതെല്ലാം മാറ്റി എഴുതിക്കൊണ്ട് ഈ സിനിമയ്ക്ക് തന്നെ എല്ലാ ദിവസവും ആളുകൾ കൂടുന്നു. പല സ്ഥലങ്ങളിലും ബ്ലോഗുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈവനിങ് നൈറ്റ് ഷോസിലെല്ലാം എന്തായാലും ഇതൊരു ചരിത്രമായി മാറുകയാണ്. ഒരിക്കൽ കൂടി മോഹൻലാലും ശോഭനയും അണിഞ്ഞൊരുങ്ങി നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അത് ഓരോ മലയാളി പ്രേക്ഷകന്റെയും ഹൃദയത്തിലേക്കാണ്. കാരണം അത്രത്തോളം ഗംഭീരമായിട്ടാണ് ആളുകൾ ആ ഒരു കൂട്ടുകെട്ടെ കാണുന്നത്. നരൻമൂർത്തിയുടെ ഈ ഒരു സിനിമ എല്ലാ സ്ഥലങ്ങളിലും ഗംഭീരമായതിൻ്റെ നിർമ്മാണത്തിൽ വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം. അതെ, ഇത് ഒരു ലക്ഷ സിനിമ എന്ന് മാത്രമല്ല പറയാനുള്ളത്. ഇത് ഏറ്റവും മനോഹരമായ, ഏറ്റവും സിമ്പിളായിട്ടുള്ള വിജയമാർജിക്കുന്ന ഏറ്റവും മികച്ച സിനിമ തന്നെയാണ്. നമ്മുടെ വീഡിയോ സൃഷ്ടമായി സപ്പോർട്ട് ചെയ്താൽ അത്ര ഗംഭീരം തന്നെയാണ്.